അങ്ങനെ നമ്മൾ ഇവരും കാത്തിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഭരണമാറ്റം പ്രവചിച്ചാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പുറത്തു വന്നതിൽ എല്ലാ സർവേകളിലും UDFന് ഭൂരിപക്ഷം എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത്. അസമിലാണെങ്കിൽ BJPക്ക് ഭരണ തുടർച്ചയെന്നും ബംഗാളിലാണെങ്കിൽ BJP പിടിക്കുമെന്ന സർവേ ഫലങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. KG ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്നാലും സർവേ ഫലങ്ങൾ പ്രകാരം കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നു. UDF ഭരണം തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും വോട്ടിംഗ് പൂർത്തിയായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വരുന്നത്. പല ചാനലുകളും ഏജൻസികളുമാണ് ഇത്തരത്തിൽ ഈ സർവേകൾ പുറത്തുവിടുന്നത്. അതിൽ കേരളമാണ് നാം ഉറ്റുനോക്കുന്നത്. അവിടെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമോ, ഒരു ഭരണ അട്ടിമറി ഉണ്ടാകുമോ, BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ്. അതിനുള്ള ഉത്തരങ്ങളാണ് ഇപ്പോൾ അല്പസമയം മുൻപ് പുറത്തു വന്നത്. 6 മണിയോടുകൂടിയായിരുന്നു വിവിധ സർവേകൾ പുറത്തു വന്ന. ഈ സർവേകൾ പരിശോധിക്കുകയാണെങ്കിൽ മുഴുവൻ സർവേകളും ഒറ്റക്കെട്ടായി പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണ്. UDF നയിക്കാനുള്ള സാധ്യതയാണ് പലരും പ്രവചിക്കുന്നത്. 75 മുതൽ 85 സീറ്റ് വരെയാണ് നിലവിൽ കോൺഗ്രസിനും UDFനും വിവിധ സർവേകൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ചയൊന്നും ഇതിൽ കാണുന്നില്ല. അവർക്ക് ഭരണം നഷ്ടമാകും. എന്നാലും 55 മുതൽ 65 സീറ്റുകൾ വരെയാണ് അവർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു മുന്നേറ്റം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയത്. അവർ അവകാശപ്പെട്ടെങ്കിൽ അതിന് സമാനമായ ഒരു എക്സിറ്റ് പോൾ സർവേകൾ തന്നെയാണ് പുറത്തു വരുന്നത്. തെക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ മലബാർ മേഖലയിലും എല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അവരുടെ വോട്ട് ശതമാനം വർദ്ധിക്കുമെന്നാണ് ഈ സർവേകൾ സൂചിപ്പിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയും അതോടൊപ്പം തന്നെ അവർക്ക് സന്തോഷിക്കാനുള്ള വക നൽകുന്നുണ്ട്. ചില സർവേകളിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല, 0 സീറ്റ് തന്നെയാണ് പ്രവചിക്കുന്നതെങ്കിൽ ചില സർവേകൾ 4 സീറ്റ് വരെ നൽകുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് 2 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് വരെ സർവേകൾ പ്രവചിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ തർക്കങ്ങൾ കൂടുതൽ ചൂടുപിടിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചു എന്നൊരു ധാരണ വന്നതിന് ശേഷം പല തർക്കങ്ങളും ഉണ്ടായി. അതിനെ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പല സർവേകളും സൂചിപ്പിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യ പ്രകാരം UDFന് 78 മുതൽ 90 സീറ്റ് വരെ ലഭിക്കാം, LDFന് 49 മുതൽ 62 സീറ്റ് വരെ ലഭിക്കാൻ, NDAക്ക് 3 സീറ്റ് ലഭിക്കാമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പല കാലത്തും കൃത്യമായി തന്നെ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ടൈംസ് നൗവിൻ്റെയും പ്രവചനം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ UDFന് 74 മുതൽ 84 സീറ്റ് വരെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ LDFന് 52 മുതൽ 61 സീറ്റ്, NDAക്ക് BJP സഖ്യത്തിന് 3 മുതൽ 7 സീറ്റും പ്രവചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് VD സതീശൻ്റെ പരാമർശമുണ്ടായിരുന്നു. 100 സീറ്റോടുകൂടി തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷേ ഈ സർവേകളൊന്നും 100 സീറ്റ് പ്രവചിക്കുന്നില്ല. കൂടുതലായി പ്രവചിക്കുന്നത് 80 സീറ്റ്, 85 സീറ്റുകളാണ്. അതോടൊപ്പം തന്നെ നാം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഭരണ തുടർച്ചയാണ് എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. സ്റ്റാലിൻ തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടത്, അവിടുത്തെ തരംഗമായി മാറിയ വിജയ് 18 മുതൽ 24 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും ചില സർവേകൾ പറയുന്നുണ്ട്. പിന്നീട് ഒരു സംസ്ഥാനമായി നാം കാണുന്നത് അതിന് സമീപമുള്ള തന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലാണ്. പുതുച്ചേരിയിലും ഭരണ തുടർച്ച ഉണ്ടാകും. ആസാമിൽ വീണ്ടും 15ാമത്തെ വർഷത്തിലേക്ക് 2 തവണയായി അവിടെ ഭരണം നടത്തിയിരിക്കുന്നത് BJP ആണ്. 3ാം തവണയും BJP അധികാരത്തിൽ വരും. അതും വലിയ സീറ്റോടുകൂടി തന്നെയാണ്. അതും ഈ പ്രവചനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നീട് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാളിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും. 15 വർഷമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ തകർത്തുകൊണ്ട് BJP വരുമെന്നാണ് ഈ പ്രവചനങ്ങൾ പറയുന്നത്. 33 വർഷം CPM ഭരിച്ചിരുന്നു. പിന്നീട് 15 വർഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണത്തിലായിരുന്നെങ്കിൽ ആ തൃണമൂലിനെയും വീഴ്ത്തിക്കൊണ്ട് തന്നെ BJP അധികാരത്തിൽ വരുമെന്നാണ് സർവേകൾ പറയുന്നത്. മറ്റൊരു കാര്യം നാം പരിശോധിക്കേണ്ടത്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അവിടെ CPMന് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല. MLA-മാരെ നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും അവിടെ നിയമസഭയിൽ അംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ പ്രവചനങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഈ 3 സംസ്ഥാനങ്ങളിൽ ആസാം, അതോടൊപ്പം തന്നെ തമിഴ്നാട്, പുതുച്ചേരി അടക്കമുള്ള 3 ഇടങ്ങളിൽ ഭരണ തുടർച്ചയും കേരളവും ബംഗാളിലും
ഭരണ മാറ്റവും ഉണ്ടാകുമെന്നാണ് ഈ സർവേകൾ ഒറ്റക്കെട്ടായി സൂചിപ്പിക്കുന്നത്. പക്ഷേ നാം പരിശോധിക്കേണ്ടത് 2021 ഈ സർവേ ഫലങ്ങൾ ഈ സമയങ്ങളിൽ എല്ലാം തന്നെ LDFന് അനുകൂലമായാണ് പ്രവചിച്ചിരുന്നത്. അത് അവസാന ഘട്ടത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ആ കാലഘട്ടത്തിൽ വന്ന പ്രീപോൾ സർവേകളിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിരിക്കുന്ന ഈ സർവേകൾ പരിശോധിക്കുകയാണെങ്കിൽ UDFന് വ്യക്തമായ മേൽക്കൈ തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ തന്നെ 6-7 സർവേകൾ പുറത്തു വന്നു. ആ സർവേകളിൽ മുഴുവൻ UDFന് അനുകൂലമായൊരു തരംഗമാണ് പ്രവചിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞ അതേ ഒരു രീതിയിലേക്കാണ് കേരളത്തിൻ്റെ മനസ്സും മാറിയിരിക്കുന്നതെന്ന് നാം ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. സുജിത്ത്, അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ UDFന് വ്യക്തമായ മേൽക്കൈയുണ്ട്. അതുപോലെ തന്നെ പല സീറ്റുകൾ നഷ്ടപ്പെടുമെങ്കിലും LDFനും 60 മുതൽ സീറ്റുകൾ പ്രവചിക്കപ്പെടുന്നുണ്ട് പല സർവേകളും. അതിലേറെ നിർണായകം നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നതാണ് BJPയുടെ കേരളത്തിലെ തിരിച്ചുവരവെന്ന് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഒരു അക്കൗണ്ട് പോലും ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് അടക്കം പൂട്ടിക്കൊണ്ടാണ് കേരളത്തിൽ BJP എന്നത് തൂത്തുമാറ്റപ്പെട്ടത്. എന്നാൽ ഇന്ന് സർവേകൾ പുറത്തു വരുമ്പോൾ 3 സീറ്റുകൾ മുതലാണ് BJPയുടെ പ്രവചനം ഉണ്ടാകുന്നത്. 3 സീറ്റ് മുതൽ BJP BJP സീറ്റുകൾ പിടിക്കുമെന്നൊരു സർവേ കൂടി ലഭിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം അടക്കമായിരിക്കുമോ ആ സൂചിപ്പിച്ച സീറ്റുകളിൽ പെടുന്നത്? തീർച്ചയായും അത്തരത്തിലാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ 2016 BJPക്ക് ആദ്യമായി ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം നടന്ന 2021 തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് പൂർണ്ണമായി തന്നെ പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് നാം കണ്ടതായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിയുടെ വിജയം. പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 2026 തെരഞ്ഞെടുപ്പിൽ BJP വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. തങ്ങൾക്ക് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ കാസർഗോഡും തൃശ്ശൂരും പാലക്കാടുമെല്ലാം വിജയങ്ങൾ കൊയ്യാൻ കഴിയുമെന്ന് പല നേതാക്കളും ചൂണ്ടിക്കാട്ടിയെങ്കിൽ അതിന് സമാനമായി തന്നെയാണ് സർവേകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ പല സർവേകളിലും 3 സീറ്റ് മുതൽ 7 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിൽ എല്ലാ സർവേകളും ചൂണ്ടിക്കാട്ടുന്നത് നിയമമാണ്, നിയമത്ത് വിജയിക്കാൻ കഴിയുമെന്നാണ് പല സർവേകളിലൂടെയും വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡും കഴക്കൂട്ടവുമെല്ലാം ഈ പട്ടികയിൽ പെടുന്നുണ്ട്. പക്ഷേ BJPക്ക് എന്തായാലും വീണ്ടും നിയമസഭയ്ക്കുള്ളിൽ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഈ സർവേകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, അത് ഇപ്പോൾ ബംഗാളിലും ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ആസാമിലും തമിഴ്നാട്ടിലും അടക്കം എല്ലായിടങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും BJPക്ക് അനുകൂലമായി മാറുന്നൊരു അന്തരീക്ഷമാണ് ഉള്ളത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും കേരളത്തിലും ഉണ്ടാകുക. എന്തായാലും ആദ്യമായി 2016 പൂട്ടിപ്പോയ അക്കൗണ്ട് വീണ്ടും തുറക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ സർവേകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആത്മവിശ്വാസം കുറച്ചു നാളുകളായി തന്നെ BJP നേതാക്കളിൽ കാണാൻ കഴിയുന്നു. അവർ 2 ദിവസം മുൻപ് തന്നെ ഈ വിലയിരുത്തൽ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിലയിരുത്തൽ നടത്തിയപ്പോഴും 4 സീറ്റുകളിൽ ഉറപ്പായി വിജയിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ 6 സീറ്റുകളിലധികം കടുത്ത പോരാട്ടം നടന്നതായി അവർ വിലയിരുത്തുന്നു. അതിൽ ആദ്യമായി തന്നെ അവർ കൂട്ടുന്നത് നിയമമണ്ഡലമാണ്. പിന്നീട് കഴക്കൂട്ടം, കാസർഗോഡ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 സീറ്റുകൾ ഉറപ്പെന്ന രീതിയിൽ BJPയുടെ നേതാക്കൾ വിലയിരുത്തിയതിന് സമാനമായി തന്നെയാണ് പ്രവചനങ്ങളും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ BJP നിയമസഭയിലും കടന്നു വരികയാണ്. ശ്രീജിത്ത്, നമ്മൾ ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ BJP അധികാരത്തിൽ എത്തുമെന്നുള്ളൊരു സർവേകൾ സൂചിപ്പിക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി ഇനി എന്തായിരിക്കും എന്നതും ഒരു ചോദ്യചിഹ്നത്തിൽ തന്നെയാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ BJP ഭരണം പിടിക്കുകയാണെങ്കിൽ ഇത്രയും നാളും തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നവിടെ ഇപ്പോൾ BJP സീറ്റ് ഉറപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കാം ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത്? ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാടോ കേരളമോ ആസാമിനേക്കാൾ പ്രാധാന്യമുള്ളത് ബംഗാൾ തെരഞ്ഞെടുപ്പാണ്. കാരണം നരേന്ദ്രമോദിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പലപ്പോഴും വെല്ലുവിളിയായി മാറിയിട്ടുള്ളത് മമതാ ബാനർജിയാണ്. അപ്പോൾ ആ മമതാ ബാനർജിയെ പരാജയപ്പെടുത്താനുള്ള എല്ലാ തന്ത്രങ്ങളുമായാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും അതോടൊപ്പം തന്നെ അതിൻ്റെ നേതാക്കളും കടന്നു ചെന്നത്. അപ്പോൾ വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു ബംഗാളിൽ നാം കണ്ടത്. പല വിവാദ വിഷയങ്ങളുണ്ടാകുന്നു, സേനാ വിന്യാസം ഉണ്ടാകുന്നു, പല സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിൽ മത്സ്യവുമായി ബന്ധപ്പെട്ട് BJP അധികാരത്തിൽ വന്നാൽ ബംഗാളിൽ മത്സ്യം ലഭിക്കില്ല, അതോടൊപ്പം തന്നെ മാംസാഹാരങ്ങൾ ലഭിക്കില്ല എന്ന രീതിയിലുള്ള വലിയ പ്രചരണങ്ങൾ വരെ ബംഗാളിൽ ഉണ്ടാകുന്നു നാം കണ്ടിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം മാറി ഇപ്പോൾ BJPക്ക് വിജയം കൊയ്യാൻ കഴിയുമെന്നാണ് ഈ സർവേകൾ പറയുന്നത്. എന്തായാലും ബംഗാൾ പിടിക്കുന്നതിലൂടെ തന്നെ കിഴക്കിൻ്റെ പൂർണ്ണമായി തന്നെ അവിടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2020
2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു അന്ന് ഒറീസയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒറീസ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ബംഗാളും പിടിച്ചു. അങ്ങനെ ഇതിലൂടെ തന്നെ പൂർണ്ണമായി തന്നെ കിഴക്കിനെ സ്വന്തമാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സർവേകളിൽ നിന്ന് വ്യക്തമാകുന്നത് കൃത്യമായി തന്നെ മമതാ ബാനർജിക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ആ സംസ്ഥാനത്തുണ്ടായിരുന്നു. അത് പ്രതിഫലിക്കുകയാണ് ഇതിലൂടെ BJPക്ക് ഈ വിജയം നേടാൻ കഴിയുന്നതിനുള്ള പ്രധാന കാരണമായി എന്തായാലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ സർവേ ഫലങ്ങളിൽ പോലും വലിയൊരു തകർച്ച TMCക്ക് ഉണ്ടാകുന്നില്ല. ഒരു പൊരുതുന്ന രീതിയിലേക്കെല്ലാം TMC നിലകൊള്ളുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും 15 വർഷത്തിലധികമായി അവിടെ മമതാ ബാനർജി ഭരണം നടത്തുകയാണ്. തൃണമൂൽ കോൺഗ്രസ് CPMനെ തകർത്തുകൊണ്ടാണ്, CPMൻ്റെ ഒരു 33 വർഷത്തെ ആധിപത്യം തകർത്തുകൊണ്ടാണ് അന്ന് കടന്നു വന്നതെങ്കിൽ ഈ 15 വർഷത്തെ ആധിപത്യം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ BJP കടന്നു വരുമെന്ന് എല്ലാ സർവേകളും സൂചിപ്പിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമായി മാറാനുള്ള സാധ്യതയാണ്. കാരണം അമിത്ഷായും നരേന്ദ്രമോദിയും ആയിരുന്നു ബംഗാളിൽ പൂർണ്ണമായി തന്നെ പ്രചരണം നയിച്ചിരുന്നത്. അമിത്ഷായുടെ നേതൃത്വത്തിൽ അവിടെ അമിത്ഷാ 15 ദിവസത്തിലധികം തന്നെ ബംഗാളിൽ തങ്ങിയായിരുന്നു പ്രവർത്തനവുമായെല്ലാം മുന്നോട്ട് പോയത്. അതിൻ്റെ എല്ലാം ഒരു ബലം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ക്രെഡിറ്റും മോദിക്കും ചിലപ്പോൾ അമിത്ഷായ്ക്കും അവകാശപ്പെടാനായിരിക്കും BJPയുടെ എല്ലാം ലക്ഷ്യം. എന്തായാലും വലിയൊരു വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന് BJP നേതാക്കൾ പറഞ്ഞിരുന്നു. ഇന്നലെ തന്നെ നരേന്ദ്രമോദി തൻ്റെ റാലി അവസാനിപ്പിക്കുന്ന ദിവസമായിരുന്നു. കാരണം ഇന്നലെയായിരുന്നു 2 ദിവസം മുൻപ് പരസ്യപ്രചരണം അവസാനിപ്പിക്കുന്ന സമയത്ത് തന്നെ നരേന്ദ്രമോദി പറഞ്ഞത് ബംഗാളിൽ വിജയം കൊയ്യാൻ കഴിയും. അങ്ങനെ വിജയിച്ച് കഴിഞ്ഞ ശേഷം ബംഗാളിൽ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കായി താൻ എത്തുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അപ്പോൾ ആ ആത്മവിശ്വാസം വെറുതെ ആയില്ലെന്നാണ് ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഏക TMCക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനം ബംഗാൾ മാത്രമാണ്. അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നതിലൂടെ തന്നെ ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ തൃണമൂലിൻ്റെ പ്രസക്തി പൂർണ്ണമായി തന്നെ ഇല്ലാതാവുകയാണ്. ഡൽഹി പോയതിനു ശേഷം AAPക്ക് എന്താണോ സംഭവിച്ചത് അപ്പോൾ അതിന് സമാനമായി തന്നെ ബംഗാളിലും മമതാ ബാനർജിക്കും സംഭവിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മുൻകാലങ്ങളിലെല്ലാം ബംഗാളിൽ 40 സീറ്റുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ഈ 40 സീറ്റുകളിലും ഭൂരിഭാഗവും നേടാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭയിൽ ഒരു ഉറച്ച ശബ്ദമായി എല്ലാ കാലത്തും തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ അവർക്ക് കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിയും. ഇത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വരെ സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും മെയ് 4 ഉണ്ടാകുക. പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ആ തിരിച്ചടി പരിശോധിക്കുകയാണെങ്കിൽ വെറും 12 സീറ്റിലേക്ക് ചുരുങ്ങി. അവിടെ നിന്നാണ് ഇപ്പോൾ BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ അവസാന ഘട്ടത്തിൽ വരുന്ന ഈ പ്രവചനങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ പ്രവചനങ്ങളും പറയുന്നത് 140-ലധികം സീറ്റുകൾ നേടും. ഈ 140-ലധികം എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷമാണ്. അപ്പോൾ കേവല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ BJP ബംഗാളിൽ ഭരണത്തിലെത്തുമെന്നാണ് ഈ സർവേകൾ സൂചിപ്പിക്കുന്നത്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. 240 സീറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തിരിച്ചടിയിൽ നിന്നും കരകയറാനുള്ള ഒരു ഊർജമായിരിക്കും BJPക്ക് ബംഗാൾ. സുജിത്ത്, അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഭൂരിപക്ഷമാണ് ബംഗാളിന് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പോളിംഗ് ശതമാനത്തിലുണ്ടായ ഈ ഒരു വർധനവ് എന്ന് പറയുന്നത് ഈ BJPയെ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സാധ്യതയായിരിക്കില്ല ഈ സർവേ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഈ പോളിംഗ് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പങ്കാളിയായിട്ടുള്ളത് സ്ത്രീ വോട്ടർമാരാണ്. സ്ത്രീ വോട്ടർമാരുടെ വലിയ ഒരു പിന്തുണ ഇപ്പോൾ BJPക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഈ ആരാണ് വിജയിക്കുക ആരാണ് പരാജയപ്പെടുക എന്ന് തീരുമാനിക്കുന്ന സ്ത്രീ വോട്ടർമാരാണ്. അപ്പോൾ ആ വോട്ടർമാർ മുൻകാലങ്ങളിൽ മുഴുവനായി തന്നെ ഈ 15 വർഷവും അവർ വോട്ട് ചെയ്തിരുന്നത് മമതാ ബാനർജിക്കാണ്. പക്ഷേ ഈ അവസാന ഘട്ടത്തിലെല്ലാം നമുക്കറിയാവുന്നതാണ്, ഒരു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലും ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മമതാ ബാനർജിക്കെതിരെയും TMCക്കെതിരെയും എല്ലാം വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ സന്ദേശ് ഖാലിയിൽ ഈ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമുണ്ടായി. ഈ പെൺകുട്ടികളെയും സ്ത്രീകളെയും എല്ലാം ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരു കുറച്ച് നാളുകളായി തന്നെ സ്ത്രീ വോട്ടർമാർ മമതാ ബാനർജിയുമായി അകലുന്നതാണ് നാം കണ്ടത്. ഇത് പരമാവധി മുതലെടുക്കാൻ
പിടിക്കാനുള്ള BJPയുടെ ശ്രമം ഉണ്ടായിരുന്നു. അത് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്, ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീ വോട്ടർമാർ പൂർണ്ണമായി തന്നെ BJPയെ പിന്തുണച്ചു. അല്ലാത്ത പക്ഷം BJPക്ക് ഇത്രയും സീറ്റുകളിലേക്ക് എത്താൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2016 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരുന്ന 2 സീറ്റാണ്. 2021 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 77 വർദ്ധിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. ആ 2021 77 ആണെങ്കിൽ ഇപ്പോൾ BJPക്ക് പ്രവചിക്കുന്നത് അതിൻ്റെ ഇരട്ടിയോളമാണ്. അത് 140 150 5 വർഷം കൊണ്ട് ഇരട്ടിയാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ വജ്രായുധം സ്ത്രീ വോട്ടർമാർ തന്നെയാണ്. ആ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തം കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ 94%, 23-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ 94% എങ്കിൽ ഇപ്പോൾ അത് 90-നോട് അടുപ്പിച്ചു വരികയാണ്. ഇനി കൂടുതൽ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വോട്ട് വർധനവിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ത്രീ വോട്ടർമാരാണ്. ഈ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തി. അതിൻ്റെ തെളിവാണ് ഈ പ്രവചനങ്ങൾ. BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു തിരിച്ചുവരവിനുള്ള ഒരു ഊർജം തന്നെയായിരിക്കും ബംഗാളിലെ വിജയം. ശ്രീജിത്തിന് നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുന്ന സാഹചര്യം, UDF അധികാരത്തിൽ വരുന്ന സാഹചര്യം, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ ഉണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. ശബരിമല സ്വർണ്ണ കവർച്ചയടക്കം ഏറെ ചർച്ചയായതാണ്. അപ്പോൾ ഈ സർവേ ഫലങ്ങളിൽ ഈ ഭരണമാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭരണം LDFന് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അതെല്ലാം ബാധിച്ചിട്ടുണ്ടാകാം എന്നല്ലേ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും വിവിധ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. നാം കണ്ടതാണ് 2016 ആദ്യമായി LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 91 സീറ്റിൽ നിന്നും 99 സീറ്റിലേക്ക് വർദ്ധിപ്പിച്ചാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നെങ്കിൽ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് വലിയ തിരിച്ചടി തന്നെയാണ്. അത് പല രീതിയിലുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം അഴിമതിയായും അതോടൊപ്പം തന്നെ ശബരിമല പ്രശ്നങ്ങളായും ഈ കോളേജുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് സിദ്ധാർത്ഥനുമായെല്ലാം ബന്ധപ്പെട്ട് റാഗിംഗ് ഉൾപ്പെടെയുള്ള കോളേജുകളിൽ അരങ്ങേറുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉന്നയിച്ച് പല രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അതിനെല്ലാം അനുകൂലമായി അതെല്ലാം ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കേരളത്തിൽ കൃത്യമായി തന്നെ ഇത്തരം പ്രവചനങ്ങൾ നടത്തിയ ചാണക്യ ഇപ്പോൾ പ്രവചനവുമായി എക്സിറ്റ് പോളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരും UDFന് തന്നെയാണ് അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്നത്. 72 മുതൽ 80 സീറ്റ് വരെ. അതിൽ നാം ഒരു കണക്ക് ഈ പരിശോധിക്കേണ്ടത് 2011 72 സീറ്റോട് കൂടി തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ ആ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതിന് സമാനമായ ഒരു സീറ്റിലേക്കാണോ ഇപ്പോൾ UDF കടക്കുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പുതിയ സർവേകൾ വരുമ്പോൾ വലിയ ഭൂരിപക്ഷം നാം ആദ്യഘട്ടത്തിൽ വന്ന പല സർവേകളും പരിശോധിക്കുകയാണെങ്കിൽ 80-ന് മുകളിൽ സീറ്റുകളാണ് പല സർവേകളും നൽകിയതെങ്കിൽ ഇപ്പോൾ പല സർവേകളിൽ വരുന്നത് 72-ഉം അതോടൊപ്പം തന്നെ 75 സീറ്റുകളാണ്. അത് തന്നെയാണ് ഇപ്പോൾ ചാണക്യം നൽകുന്നത്. UDFന് 72 മുതൽ 80 സീറ്റ് വരെ. LDF വലിയ തകർച്ചയിലേക്കൊന്നും പോകുന്നില്ല. 60 സീറ്റ് മുതൽ 65 സീറ്റ് വരെ. NDA 3 സീറ്റ് മുതൽ 7 സീറ്റ് വരെ എല്ലാം പ്രവചിക്കുന്നുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം 7 സീറ്റ് എന്നെല്ലാം പറയുന്നത് അത് വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കം തന്നെയായിരിക്കും അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ. മറ്റൊരു സർവേ CNN-ൻ്റെയാണ്. അതും UDFന് 70 മുതൽ 80 സീറ്റ് വരെയാണ് പറയുന്നത്. അതൊരു ഇഞ്ചോടിഞ്ച് മത്സരമായാണ് നാം കണക്കാക്കേണ്ടത്. അത് കാരണം LDFന് 58 മുതൽ 68 സീറ്റ് വരെ ലഭിക്കും. കാരണം കേവല ഭൂരിപക്ഷത്തിന് 71 സീറ്റുകൾ മതി. അപ്പോൾ LDFന് 68 പ്രവചിക്കുമ്പോൾ ഒരു തൂക്കുസഭയിലേക്കാണോ കേരളം പോകുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ സർവേകളിലും UDFന് തന്നെയാണ് മുൻതൂക്കം. 70 മുതൽ 75 വരെ നൽകുന്നു. PR മാർക്ക് UDFന് 71 മുതൽ 79 വരെ നൽകുന്നു. LDFന് 62 മുതൽ 69 വരെ. NDA 1 സീറ്റിൽ. നാം ഈ സർവേ ഫലങ്ങൾ ഈ പരിശോധിക്കുമ്പോൾ എല്ലാ സർവേകളിലും BJPക്ക് 1 സീറ്റ് ഉറപ്പായി തന്നെ പറയുന്നു. 1 സീറ്റല്ല 3 സീറ്റുകൾ ഉറപ്പായി തന്നെ പറയുകയാണ്. അപ്പോൾ രാജീവിൻ്റെ വരവ് കേരളത്തിന് BJPയുടെ വളർച്ചയ്ക്ക് ഉപകാരമായിട്ടുണ്ടെന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ സർവേകൾ ശരിയാകുകയാണെങ്കിൽ.
ശ്രീജിത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ LDF-ൽ നോക്കുകയാണെങ്കിൽ പല മന്ത്രിമാരുടെയും ജയം ആശങ്കയിലാണെന്നൊരു അഭിപ്രായ പ്രകടനങ്ങൾ LDF-ൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പല മന്ത്രിമാരും ജയിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് പോലും ഇപ്പോൾ അവർക്ക് സംഘടനയ്ക്കുള്ളിൽ തന്നെ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന് നമ്മൾ നോക്കുകയാണെങ്കിൽ കന്നി വോട്ടർമാരുടെ എണ്ണം കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ജെൻസി തലമുറ UDF-നൊപ്പം നിൽക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു സർവേ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഈ LDF-ന്റെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിലാണ് ഈ മന്ത്രിമാർ പരാജയപ്പെടുമെന്ന കണക്കുകൾ പുറത്തു വന്നത്. അവർ കടുത്ത മത്സരം നേരിട്ടു എന്നാണ് പല വിലയിരുത്തലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമണ്ഡലമാണ്. അവിടെ ശിവൻകുട്ടി കടുത്ത മത്സരം നേരിട്ടു എന്ന് CPM തന്നെ തുറന്നു സമ്മതിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറും ശബരിനാഥുമായി കടുത്ത മത്സരം നേരിട്ടു. പിന്നീട് CPM-നെ ആശങ്കപ്പെടുത്തുന്ന ഒരു മണ്ഡലം കളമശ്ശേരിയാണ്. അവിടെ രാജീവും വലിയ പ്രതിസന്ധി നേരിട്ടു എന്ന് തന്നെയാണ് അവരുടെ കണക്ക്. പിന്നീട് ഒരു മണ്ഡലം നാം പരിശോധിക്കുകയാണെങ്കിൽ പത്തനാപുരമാണ്. പത്തനാപുരത്തും ഉൾപ്പെടെ അങ്ങനെ 8 മണ്ഡലങ്ങളിലധികം ആറന്മുള, വീണ ജോർജ് അടക്കമുള്ളവർ വലിയ കടുത്ത മത്സരം നേരിട്ടു. അങ്ങനെ 8 മണ്ഡലത്തിലധികം 8 മന്ത്രിമാർ ഉൾപ്പെടെ കടുത്ത മത്സരം നേരിട്ടു എന്ന് CPM-ന്റെ വിലയിരുത്തലുണ്ടായി. പക്ഷേ അതുപോലെ തന്നെ ഈ ജെൻസി തലമുറയുമായി ബന്ധപ്പെട്ടും ഈ CPM-നെതിരെ തുടർഭരണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ യുവതലമുറകൾക്ക് അതിനോട് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുക. 2016 മുതൽ തന്നെ 10 വർഷത്തോളം ഭരണം നടത്തിയ ഒരു മുന്നണിക്ക് സ്വാഭാവികമായി തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ടാകും. അതായിരിക്കും യുവതലമുറയും സ്വാധീനിച്ചിരിക്കുക. അതോ മറ്റൊരു കാര്യം, ഈ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ കോളേജുകൾ കേന്ദ്രീകരിച്ചുണ്ടായ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ PSC-യുമായി ബന്ധപ്പെട്ട് നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന രീതിയിലുള്ള PSC-യുടെ സമരങ്ങൾ നാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പലതവണ കണ്ടിരുന്നു. അതെല്ലാം കൃത്യമായി മുതലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതെല്ലാം ഒരു കാരണമായി തന്നെ മാറിയിരിക്കാം ജെൻസി തലമുറയെ ഈ കോൺഗ്രസിനോട് അടുപ്പിക്കാനും CPM വിരോധികളും അതോടൊപ്പം തന്നെ LDF വിരോധികളുമാക്കി ഈ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ മാറ്റാൻ. അതുതന്നെയാണ് കേരളം അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ജനവിധി അറിയാൻ 4 നാൾ മാത്രം ശേഷിക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത്. കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ UDF-ന് മുൻതൂക്കം അല്ലെങ്കിൽ UDF ഭരണത്തിലേക്ക് എത്തുമെന്നൊരു സർവേ ഫലം തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും പുറത്തേക്ക് വിടുന്നത്. ടൈംസ് നൗവിൻ്റെ ആണെങ്കിലും UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് സൂചിപ്പിക്കുന്നു. UDF അധികാരത്തിൽ വരുമെന്ന് ഭൂരിഭാഗം എക്സിറ്റ് പോൾ സർവേകളും സൂചിപ്പിക്കുമ്പോൾ ടൈംസ് നൗ അടക്കം അതുപോലെ തന്നെ ആക്സിസ് മൈ ഇന്ത്യ അടക്കമുള്ള പ്രവചനത്തിൽ UDF-ന് വ്യക്തമായ ഒരു മുൻതൂക്കം സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ LDF-ലേക്ക് എത്തുമ്പോഴാണെങ്കിലും 60 മുതൽ സീറ്റുകൾ LDF സ്വന്തമാക്കാനുള്ള സാധ്യതകളും പ്രവചിക്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. BJP-യിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സീറ്റ് ഉറപ്പായും എല്ലാ സർവേകളും BJP-ക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. 1 മുതൽ 3 സീറ്റുകൾ വരെ BJP കേരളത്തിൽ പിടിച്ചെടുക്കുമെന്നൊരു സർവേ ഫലങ്ങളാണ് ഈ നിമിഷം പുറത്തേക്ക് വരുന്നത്. എന്തായാലും വ്യക്തമായ നിലകൾ എല്ലാ മുന്നണികളും നിലനിർത്തുന്നു. അതിൽ UDF ഭരണമാറ്റം എന്നൊരു കാര്യത്തിലേക്ക് കേരളം കടക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി LDF-നൊപ്പം നിന്ന സംസ്ഥാനം ഇപ്രാവശ്യം അത് UDF-ലേക്കൊപ്പം അല്ലെങ്കിൽ UDF-ന്റെ ഒപ്പം എത്തുന്നു എന്ന് നമ്മൾക്ക് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഭരണമാറ്റം കേരളം ആഗ്രഹിക്കുന്നു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മെയ് 4-ന് വിധി വരുമ്പോൾ എന്താണ് കേരളം കാത്തുവെച്ച ആ ഒരു സർപ്രൈസ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാലും അതിന് മുന്നോടിയായുള്ള എക്സിറ്റ് പോൾ ഫല സർവേകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം UDF കൃത്യമായി അധികാരത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഈ ഒരു സർവേ ഫലങ്ങളെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത്. LDF അടക്കം അല്ലെങ്കിൽ NDA അടക്കം വ്യക്തമായി അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് കേരളത്തിൽ തുറക്കും. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ നിയമത്തുണ്ടായിരുന്ന അക്കൗണ്ട് അടക്കം പൂട്ടി BJP പുറത്തേക്ക് പോയപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ നിയമസഭയിൽ BJP-യുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ എല്ലാ മുന്നണികളെയും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത്. തങ്ങൾ അധികാരത്തിൽ 100 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമ്പോൾ UDF പറയുമ്പോൾ ഇനിയും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത്. അതുപോലെ തന്നെ കൃത്യമായ A ക്ലാസ് മണ്ഡലങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തങ്ങൾ ഈ സീറ്റുകളിൽ ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയോടെ തന്നെയായിരുന്നു BJP-യും ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദിയെ അടക്കം കേരളത്തിലെത്തിച്ച പ്രചാരണം നടത്തി തങ്ങളുടെ A ക്ലാസ് മണ്ഡലങ്ങൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു BJP-ക്കും ഉള്ളത്. അതിനാൽ തന്നെ
എല്ലാ മുന്നണികളും പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷകളുടെ ഫലം അല്ലെങ്കിൽ സൂചനാ ഫലങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കേരളത്തിൽ വ്യക്തമായ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന ഫലങ്ങളാണ് ഈ എക്സിറ്റ് പോൾ സർവേകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. 60 മുതൽ സീറ്റുകൾ നേടിയായിരിക്കും UDF അല്ലെങ്കിൽ 70 മുതൽ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ LDFന് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം എങ്കിലും 60 മുതൽ സീറ്റുകൾ LDFന് ലഭിക്കാം എന്ന സർവേ ഫലങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഉറ്റുനോക്കിയതുപോലെ BJPയും കേരളത്തിൽ താമര വിരിയുമോ എന്നൊരു ചോദ്യം നമ്മൾക്ക് ഏവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ താമര വിരിയാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടുന്നതാണ് സർവേ ഫലങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും കേരളത്തിൽ ഭരണമാറ്റമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റാലിൻ യുഗം തുടർച്ച എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ TVKയും അവരുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ടോ? തീർച്ചയായും സ്റ്റാലിൻ തന്നെ തുടരുമെന്നാണ് സർവേ ഫലങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നത്. കാരണം സ്റ്റാലിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും അത് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ചിന്നിച്ചിതറാനുള്ള സാധ്യതയാണ് ഈ പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ വിജയിക്ക് നേടാൻ കഴിഞ്ഞുവെന്ന് ഈ സർവേകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. എല്ലാ സർവേകളും വിജയിക്ക് 10ലധികം സീറ്റുകൾ നൽകുന്നു. ഒരു പുതിയ പാർട്ടി രൂപപ്പെടുന്നു. ആ പാർട്ടിക്ക് 10ലധികം സീറ്റുകൾ വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും പറഞ്ഞത് വിജയ് 2 സീറ്റിൽ മത്സരിക്കുന്നു, അതിൽ 1 സീറ്റിൽ മാത്രം വിജയിക്കും, ആ TVക്ക് 1 സീറ്റിൽ ചുരുങ്ങുമെന്ന് ഈ രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞിരുന്നെങ്കിൽ അവസാന ഘട്ടം നാം പരിശോധിക്കുമ്പോൾ 10 സീറ്റിലധികം നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഈ വോട്ടുകൾ മുഴുവൻ ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട് വന്ന വോട്ടുകളായിരിക്കും. ഈ വിജയിലൂടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും അണ്ണാ DMKയ്ക്കാണ്. അണ്ണാ DMK BJPയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്, NDA സഖ്യത്തിന് ഇത്തവണ അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് വലിയ രീതിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് വിജയിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ DMKയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ സർവേകളും കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. ചില സർവേകൾ മാത്രമാണ് ഒരു ഇഞ്ചോടിഞ്ച് മത്സരം അവിടെ പറയുന്നത്. മറ്റൊരു കാര്യം നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ NDA സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികച്ചൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഇല്ലാത്തത് അണ്ണാ DMK കുറച്ച് നാളുകളായി തന്നെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ജയലളിതയുടെ മരണത്തിന് പിന്നാലെ തന്നെ ഒരു കൃത്യമായൊരു നേതാവിനെ മുന്നോട്ട് വയ്ക്കാൻ ഈ അണ്ണാ DMKയ്ക്ക് കഴിഞ്ഞില്ല. അത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായി രൂപപ്പെടുന്നത്. മറിച്ച് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവിൻ്റെ കാലത്ത് തന്നെ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും പിന്നീട് ചെന്നൈ മേയറായി തൻ്റെ ഭരണപാടവം എല്ലാം തെളിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയായി വരുന്നത്. ആ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നാം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിജയം ഉറപ്പായിരുന്നിട്ട് പോലും പല പുതിയ കക്ഷികളെയും തൻ്റെ പാർട്ടിയിലേക്ക്, തൻ്റെ സഖ്യത്തിലേക്ക് എത്തിക്കുവാൻ ഈ സ്റ്റാലിൻ തയ്യാറായിരുന്നു. പ്രത്യേകിച്ച് കമൽഹാസൻ്റെ പാർട്ടിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ദയനീയമായി തന്നെ തമിഴ്നാട്ടിൽ പരാജയപ്പെട്ട കമൽഹാസൻ്റെ പാർട്ടിയെ ഈ തൻ്റെ സഖ്യത്തിലേക്ക് എത്തിക്കുവാൻ സ്റ്റാലിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിജയകാന്തിൻ്റെ പാർട്ടിയെ തൻ്റെ സഖ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വലിയ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു, വലിയ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ കണക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഇനി അണ്ണാ DMKയുടെ നിലനിൽപ്പ് എന്താണ്? തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ആ സ്ഥലത്തേക്ക്, ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ സ്ഥലത്തേക്ക് വളരാനായി ഒരു ഭാഗത്ത് വിജയ് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു വിജയുടെ മുന്നേറ്റമായിരിക്കും ഇനി വരാൻ പോകുന്നത്. സ്റ്റാലിൻ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തിൻ്റെ സ്വരമായി ഈ വിജയം മാറാനുള്ള സാധ്യത തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ നാം അതിന് സമീപത്തുള്ള പുതുച്ചേരി, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പുതുച്ചേരി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ NDA സഖ്യത്തിനാണ് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സർക്കാർ തന്നെ അവിടെ തുടരും. അവിടെ വിജയിക്കൊന്നും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. DMKയ്ക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 2021 സംഭവിച്ചത് എന്താണോ അത് തന്നെയാണ് പുതുച്ചേരിയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ഇപ്പോൾ ആവർത്തിക്കാൻ പോകുന്നതെന്നാണ് ഈ സർവേ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 2021 നിന്നും ഒരു വ്യത്യാസവും നിലവിലും സംഭവിച്ചിട്ടില്ല. അതേ സീറ്റുകൾ നിലനിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. വിജയ് വന്നതിലൂടെ തന്നെ കുറച്ച് സീറ്റുകൾ DMKയ്ക്കും അതോടൊപ്പം തന്നെ അണ്ണാ DMKയ്ക്കും നഷ്ടപ്പെടുക മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ ഫലം ഇത് പലരും സൂചിപ്പിച്ചിരുന്നു. സ്റ്റാലിൻ അവിടെ മികച്ചൊരു പ്രവർത്തന പാരമ്പര്യമുണ്ട്. അവിടെ പ്രതിപക്ഷ
ജനത്തിൻ്റെ സ്വരമായി മാറാൻ അണ്ണാ DMKയ്ക്കും എടപ്പാടി പളനിസ്വാമിക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഭരണ അട്ടിമറി ഉണ്ടാക്കാനുള്ള കഴിവുള്ള നേതാക്കൾ അവിടെ ഇല്ലെന്ന് തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ വാസ്തവമായി മാറിയിരിക്കുകയാണ്. അത് ഈ സർവേ ഫലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ശരി, അതുതന്നെയാണ്. എന്തായാലും കേരളത്തിൽ പുറത്തേക്ക് വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് UDF അധികാരത്തിൽ വരുമെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും സൂചിപ്പിക്കുന്നത്. അസമിൽ BJP ഭരണം നിലനിർത്താനും ബംഗാൾ BJP പിടിച്ചെടുക്കാനുമുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർവേ ഫലങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ UDF 72 മുതൽ 79 വരെ സീറ്റുകൾ നേടി അധികാരത്തിലെത്താമെന്നൊരു ഏകദേശ ധാരണ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധ്യതകളാണ് എല്ലാ സർവേ ഫലങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. 62 മുതൽ 69 വരെ സീറ്റുകളാണ് LDFന് പ്രവചിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ BJPക്ക് 3 സീറ്റ് വരെ ലഭിക്കാമെന്നൊരു സാധ്യതകൾ കൂടി ഈ എക്സിറ്റ് സർവേകളിൽ സൂചിപ്പിക്കുന്നു എന്നതാണ്. എന്തായാലും കേരളത്തിൽ ഭരണമാറ്റം ആണ് സർവേകൾ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഉണ്ടായ 10 വർഷത്തെ LDF ഭരണത്തിൽ ഭരണവിരുദ്ധ വികാരം അടക്കം ഉണ്ടായോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരുന്നത് ഈ ഒരു എക്സിറ്റ് പോൾ ഫല സർവേകൾ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ്. എന്താണെന്ന് നമുക്ക് മെയ് 4-ന് വിധി അറിയാമെങ്കിലും ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഭരണമാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊരു സാധ്യതകളാണ് നിലനിൽക്കുന്നത്. എന്തായാലും കേരളത്തിൽ 70 മുതൽ സീറ്റുകൾ അല്ലെങ്കിൽ 72 മുതൽ 79 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്താനാണ് സാധ്യത.